ഇത് ഞാനാ അമ്മേ, അമ്മയുടെ മോള് ഋതിക. മോളെ, കുഞ്ഞു മോളെ, അമ്മേ. ഈ വിളിയൊന്ന് കേൾക്കാൻ ഞാൻ എത്ര നാളായിട്ട് കൊതിക്കുന്നു. മീരാൻഡി എന്നുള്ള പേരിലല്ലേ ഞാൻ എന്റെ അമ്മയെ കണ്ടിട്ടുള്ളൂ. എന്റെ അമ്മയായ പത്മാവതിയെ കാണാൻ എനിക്കും ആഗ്രഹമില്ലേ മോളെ? ഇന്ന് ഞാൻ എന്റെ അമ്മയെ കാണാൻ വരുവാ. ഓ, എപ്പോ? നാളെ നാളെ ഞാൻ എന്റെ അമ്മയെ കാണാൻ വരുന്നു, എന്റെ രാജുവിനൊപ്പം. എന്റെ മോളെ, ഇതിൽ പരെ ഈ അമ്മയ്ക്ക് എന്ത് സന്തോഷം വേണ്ടേ? അമ്മ കാത്തിരിക്കും. ശരി അമ്മ, അപ്പോ നാളെ കാണാം. എന്റെ പ്രാർത്ഥനയ്ക്ക് ഉടനെ ഉത്തരം തരുന്ന ഗുരുവായൂരപ്പ, അവിടത്തേക്ക് 1000 നന്ദി. ഈ ഒരു സിറ്റുവേഷന് വേണ്ടി ഞാനും എത്ര ആഗ്രഹിച്ചതാ. ഇത് മീരാൻഡി അല്ലേ? മീരാൻഡിയുടെ പടം എന്താ ഈ മുറിക്കകത്ത്? ഇത് മീരാൻഡി അല്ല മോളെ, ഇതാണ് സൂര്യമംഗലം കോവിലകത്തെ രാജകുമാരി. സാക്ഷാൽ മഹാദേവർമ്മ സാറിന്റെയും സരസ്വതി വർമ്മ മേഡത്തിന്റെയും ഏകപുത്രി പത്മാവതി. അമ്മ എനിക്ക് വലിയ ഇഷ്ടം. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്റെ അച്ഛനെയാണ്. ഈ അച്ഛന്റെ മകളായി ജനിക്കാൻ കഴിഞ്ഞതാ എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. എന്റെ രാജുനെ തൊട്ടു പോയത്. എന്താടി പ്രിയപ്പെട്ടവളെ, ഒരു ദീർഘനിശ്വാസം. എനിക്കറിയാം, എന്റെ ഭാര്യ എന്ന നിലയിലല്ല, ഒരമ്മ എന്ന നിലയിലുള്ള നിന്റെ മനസ്സ്. നിന്റെ മനസ്സിലിരിപ്പ് രാജുവാ, രാജു മാത്രം. എന്റെ അമ്മയും പണ്ടിങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഞാൻ എവിടെ പോയാലും തിരികെ വരുന്നവരെ അമ്മയുടെ ഒരു ഉത്കണ്ഠ. രാത്രി ഞാൻ തിരികെ വരുന്നവരെ
അമ്മ ഉറക്കമൊളച്ച് കാത്തിരിക്കും ചോറും വിളമ്പി വെച്ച്. എടീ, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. ഈ അച്ഛന്മാരും അങ്ങനെയൊക്കെ തന്നെയാ. പക്ഷെ അവരുടെ മനസ്സിലുള്ളത് അവര് പ്രകടിപ്പിക്കില്ലെന്ന് മാത്രം. രേണുട്ടാ, അവനെ ഒന്ന് വിളിച്ചു നോക്ക്. എടീ, നേരം വെളുത്തതല്ലേ ഉള്ളൂ. ഏറ്റവും സുഖമുള്ള ഉറക്കം വെളുപ്പാങ്കാലത്തെ ഉറക്ക. അത് വെറുതെ നഷ്ടപ്പെടുത്തുന്നത് എന്തിനാ? ഉണർന്നാലുടനെ അവനിങ്ങോട്ട് വിളിക്കും.